എനിക്ക് ആകെപ്പാടെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയോട് വലിയ പ്രേമം ഉണ്ടായിട്ടൊന്നുമല്ല. ആ പാർട്ടി എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, അവര് ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് ഒരുപാട് വർഷങ്ങൾ നിലനിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇന്നത് കറക്റ്റീവ് ഫോഴ്സായിട്ട് മാറുന്ന കാണുമ്പോൾ സങ്കടമുണ്ട് യഥാർത്ഥത്തിൽ. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് ഈ രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ട് എല്ലാവരെയും പറയും. ഇനി ഇതങ്ങോട്ട് പറഞ്ഞ് ഇനിയിപ്പോൾ ഇതിനകത്ത് വേറെ ഒരു വലിയ പ്രശ്നം വരാൻ പോകുന്നത് എന്തെന്നറിയോ? ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പി.വി. അൻവറെ ഒന്നും പറയാതൊക്കെ ഇരുന്നെങ്കിലും പതുക്കെ ഇപ്പം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, അൻവർ ഇങ്ങനെ ചെയ്യുന്നത് കുത്തി കുത്തി പതുക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മളിപ്പോൾ കാണുന്നത് എന്തെന്ന്, ഈ അൻവർ ഈ പുലിവാലെ പിടിച്ചേക്കാണ്. അതായത് പുലി ഓടി വന്നപ്പം അവൻ്റെ എങ്ങനെയോ അതിൻ്റെ പുറകിൽ ഓടി ചെന്നിട്ട് അതിൻ്റെ വാലയിൽ അങ്ങ് പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ, പുലി കിടന്ന് കുടയുകയാണ്. ഇത് പിടി വിട്ടുപോയാൽ പുലി കടിച്ചു കൊല്ലും. അപ്പൊ അതിനൊരു മാർഗമില്ലാതെ അൻവർ ഇങ്ങനെ പിടിച്ചേക്കാണ് ഈ പുലിവാലിൽ. ആ പിടി വിടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കൂടുതൽ വല്ലതും ഉണ്ടെങ്കിൽ, കയ്യിലുണ്ടെങ്കിൽ പറയും. ഇനി ഒന്നും പറയാതിരിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ ബഹുമാന്യനായ ഗവർണർ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. കാര്യം, ഈ അൻവർ ഫോൺ ചോർത്തിയത്, എന്തോ മെഷീൻ ഉപയോഗിച്ച് ഫോൺ ചോർത്തിയത്. ഇനി പെഗാസസ് വല്ലതും ഒന്നും എനിക്കറിയില്ല. അതിന് വലിയ വിലയുള്ളതാ ശ്രീ പി.വി. അൻവറിന്റെ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ അത് വാങ്ങിക്കാൻ കിട്ടുന്നത് ഇസ്രായേലിൽ മാത്രമേ വാങ്ങിക്കാൻ കിട്ടുള്ളൂ കേട്ടോ. അത് ഇവിടെ ശ്രീ നരേന്ദ്രമോദി അത് ഓർഡർ ചെയ്ത് വൻതോതിൽ വാങ്ങിച്ച് ഇവിടെ എല്ലാവരുടെയും ഫോൺ ചോർത്തിയാണ് ഇഡിക്കും ഇൻകം ടാക്സിനും ഒക്കെ കൊടുത്ത് അവരെ ഉപദ്രവിക്കുന്നത്. അതുണ്ട്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. അത് ആ സംഭവം നടന്നുകൊണ്ടിരിക്കുക. ഈ ഫോൺ ചോർത്തുക എന്ന് പറയുന്ന, ഒരാളെ ഫോൺ ചോർത്തി എടുക്കുക എന്ന് പറയുന്നത്, ആ സ്വകാര്യ സംഭാഷണം ചോർത്തുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയെ അനുശാസിക്കുന്ന, ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലിക അവകാശത്തിന്റെ ലംഘനമാണ്. ഫണ്ടമെന്റൽ ഫ്രീഡത്തിന്റെ ലംഘനം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ഇൻട്രൂഡിങ് ഇൻ ടു ദ പ്രൈവസി ഓഫ് എ പേഴ്സൺ ആണത്, ഒരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. അത് പുട്ടസ്വാമി കേസിലൊക്കെ സുപ്രീം കോടതി അതിനെ അതിനിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ബഹുമാന്യനായ ഗവർണർ ഈ ഫോൺ ചോർത്തൽ അതീവ ഗൗരവതരമുള്ള ആയിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഗവർണർ പറയാതെ തന്നെ സുപ്രീം കോടതിയൊക്കെ പറഞ്ഞേക്കുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ പുട്ടസ്വാമി കേസിലും അതേ തുടർന്നും അതിന് മുമ്പും ഒക്കെ വിധികൾ വന്നിട്ടുണ്ട്. എന്നാലും പുട്ടസ്വാമിയാണ് അതിനകത്ത് ഏറ്റവും വലിയ ഒരു വിധിന്യായം വന്നേക്കുന്നത്. അപ്പൊ അത് പറയുന്ന പോലുള്ള കാര്യങ്ങൾ, അതിന് നടപടി എന്തെടുത്തു എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി എഴുതി കൊടുക്കേണ്ടതായിട്ട് വരും, അവിടെ റിപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അത് കാരണം എന്താ പറയുക, സെൻട്രൽ സബ്ജക്റ്റാണ് ഈ വരുന്നത്. ഈ ഫോൺ ചോർത്തൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് നടപടി എടുക്കാവുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കൈകടത്തലുകൾ അതിലേക്ക് വരും. മന്ത്രിമാരുടെ ഫോൺ, മന്ത്രിമാരെ എന്ന് പറയുന്ന അവരെ നിയമിക്കുന്നത് ഗവർണറാണ് യഥാർത്ഥത്തിൽ. മുഖ്യമന്ത്രി പേര് റെക്കമെൻഡ് ചെയ്യും, പക്ഷെ ഗവർണറാണ് നിയമിക്കുന്നത്. അപ്പൊ ഗവർണർക്ക് അത് ചോദിക്കാനുള്ള ഒരു അവകാശമുണ്ട്, ചോദിക്കുകയും ചെയ്യും, ചോദിച്ചിട്ടുണ്ട്. ഇനി എന്ത് എഴുതി കൊടുക്കുന്നത് എനിക്കറിയില്ല, അങ്ങനെ സംഭവിക്കുമെന്നും അറിയാൻ വയ്യ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാനേ മാർഗമുള്ളൂ. കാരണം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് നമ്മളൊക്കെ വിശ്വസിച്ചോളണം. കാരണം ഇതിപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കല്ലേ. അതുകൊണ്ട് കാണാത്ത നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ നോക്കും? അതുകൊണ്ട് നമ്മൾ അതൊന്നും വിശ്വസിക്കേണ്ട. അങ്ങനെയൊന്നും ADGP ഒന്നും ആരുടെ ഫോണും ചോർത്തിയിട്ടില്ല, ഒരു മന്ത്രിയുടെയും ഫോണും ചോർത്തിയിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി അൻവറിന്റെ പേരിൽ അതിന് കേസ് വരും. കേസ് വരാൻ പോകുമ്പോൾ ഇനി പുതിയതായിട്ട് അൻവറിന് ഈ ഫോൺ ചോർത്തിയത് വഴി കിട്ടിയിട്ടുണ്ട് വല്ല വിവരം ഉണ്ടെങ്കിൽ അത് പുറത്തു പറയാൻ വയ്യാതെ വരും. അതുകൊണ്ട് ആ കേസിന് മുമ്പേ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അൻവർ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ പോക്കാണ്, ബുദ്ധിമുട്ടാണ്. പിന്നെ കാരണം ഈ പുലിയുടെ വാലയിൽ നിന്നുള്ള പിടി വിടാനും ഒക്കത്തില്ല. ഇത് ലൈവായിട്ട് നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ കടി തിരിച്ചു കിട്ടും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിപ്പാൻ ശ്രമിക്കുക. ആ പഴയ അൻവർ ചെയ്തേക്കുന്ന നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ, അതായത് ഈ വൃത്തികേടുകൾ നടന്നതെല്ലാം കുറേയൊക്കെ വെളി കൊണ്ടുവന്നു, അത്രയേ ഉള്ളൂ. കുറച്ച് ഇനി വല്ലതും അറിയാമെന്നുണ്ടെങ്കിൽ അത് പറയണം. പിന്നെ ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ശ്രീ അൻവറും പറഞ്ഞത് ഞാൻ അങ്ങനെ ശശി അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം അൻവറും അങ്ങ് ശശിയായിട്ട് മാറി അവിടെ. കാരണം ശശിയുടെ പേര് എഴുതി കൊടുത്തില്ല. അത് കിട്ടിയത് പേര്, ശശിയുടെ പേരെങ്കിലും ആരും അൻവർ അപ്പൊ പറഞ്ഞതേ ഉള്ളൂ, പറഞ്ഞ പോരാ, രേഖാമൂലം എഴുതി കൊടുക്കണം, എന്നാലേ CPM-നെ അത് ബോധ്യപ്പെടുത്തുള്ളൂ. അതാണ് നമ്മുടെ ഇന്നത്തെ പ്രശ്നം. ഏതായാലും ഇതിങ്ങനെ കലങ്ങി ഇങ്ങനെ കിടക്കുകയാണ്. ഇനി ഇത് ഇപ്പൊ ഏതായാലും അതങ്ങ് കുടുങ്ങി. അതിന്റെ കാരണം ഇനി ഇപ്പൊ പോലീസുകാർ ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കും, ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്നവരുണ്ടല്ലോ, എഴുതി കൊടുക്കും. കാരണം അത് ഈ പിന്നെ ADGP കണ്ടത് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയാണ് കേട്ടോ. അദ്ദേഹം സുഹൃത്തുക്കളാണ് അവര്, രാം മാധവും ഒക്കെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ്.
അപ്പോൾ അവരൊക്കെ അവർ കുടുംബകാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എന്നും കാണാമല്ലോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയും, എഴുതി കൊടുക്കും. അതോടുകൂടി അത് ശരിയായി. പിന്നെ അതിനകത്തൊരു കാര്യമുണ്ട്. ബഹുമാന്യനായ മുഖ്യമന്ത്രി ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം ഈ ADGP പറഞ്ഞയച്ച് ഈ കാര്യം അദ്ദേഹത്തിന്റെ ദൂതനായിട്ട് പോയതാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല, ആർക്കും ഒന്നുമില്ല. പക്ഷേ അത് കാരണം എന്താണെന്നറിയോ, ഇനി അയാൾ അങ്ങനെ പോയി എന്നും പറഞ്ഞ് അയാളെ ശിക്ഷിക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദികേടല്ലേ? അപ്പൊ നന്ദി കാണിച്ച ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. മനുഷ്യനോട് നന്ദി കാണിക്കുന്നത്. കാരണം നന്ദികേട് കാണിക്കാൻ പാടില്ല. ഒരാളെ പറഞ്ഞയച്ചിട്ട് ഇനി കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റൂ. അത് കാരണം ആ നന്ദി കാണിച്ചതിന് നമ്മൾ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റം പറയാൻ നന്ദികേട് ആയിപ്പോകും അത്. അതുകൊണ്ട് ADGP ഉപദ്രവിക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ്. കേരളത്തിലെ ആനുകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കണ്ട് നമ്മൾ ഞെട്ടലല്ല ഉണ്ടാകുന്നത്, ചിരിയാ വരുന്നത് കേട്ടോ ഇത് കാണുമ്പോൾ. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണല്ലോ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന് ചിന്തിച്ചു പോകും. ഈ ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ഒരു ചൊല്ലുണ്ട് കേട്ടോ. അതായത് പട്ടിക്കുട്ടി ചന്തയ്ക്ക് പോയാൽ തിരിച്ചു വന്നെന്ന് പറയും. അതായത് ഇങ്ങനെ ഈ നായ രാവിലെ ഇറങ്ങും, അവിടെ ഇവിടെ ഓടി നടക്കും, ചന്തയിലൊക്കെ കയറും, അവിടെ ആ മീൻ മാർക്കറ്റിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവിടുന്ന് ചിലപ്പോൾ ഒരു എറിയോ ഒക്കെ കിട്ടും. അത് മാറ്റി കരഞ്ഞുകൊണ്ട് നേരെ അപ്പുറത്ത് പോയി ഇറച്ചിക്കടയുടെ അവിടെയൊക്കെ വായി നോക്കി നടക്കും. കുറേയൊക്കെ കറങ്ങി നടന്നിട്ട് ഇനി തിരിച്ച് വീട്ടിൽ പോരും. കാരണം അത് എന്ന് പറഞ്ഞ പോലെ. അപ്പം ഈ പട്ടിക്കുട്ടി ചന്തയ്ക്ക് പോയോലെ എന്ന് പറയുന്ന ഒരു യൂസേജ്, അതായത് നമ്മൾ പോയിട്ട് ഏതാണ്ട് വലിയ കാര്യം നടത്താൻ പോവാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങും. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവസാനം ഇല്ലേ അവിടെ ഉള്ളി പൊളിച്ചോലായിട്ട് നേരെ ഇനി തിരിച്ചു വരുന്നതിനാണ്, ഒന്നും നടക്കാതെ തിരിച്ചു വരുന്നതിനാണ് ഈ യൂസേജ് സാധാരണ ഞങ്ങളുടെ നാട്ടുപുറത്ത് ഉപയോഗിക്കുന്നത്. അത് ഇന്നലെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. കാരണം അത് ഇവിടെ ഒരു 3-4 പേര് പോലെ നല്ല ഗൗരവത്തിൽ ഇപ്പം ഏതാണ്ട് കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞാണ് അങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ പറയും ഇതെന്തായാലും ശരിയല്ല, ഇവിടെ നടന്ന ADGP അങ്ങനെ പോകാൻ പാടില്ല, ഇങ്ങനെ പോകാൻ പാടില്ല, അത് തെറ്റാണ്, അത് അദ്ദേഹത്തിന് മാറ്റി നിർത്തണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഏതാണ്ടൊക്കെ കാര്യം അങ്ങ് ശരിയാക്കി തരും എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നത് കണ്ട് കേട്ടോ. ആ പോകുമ്പോൾ നല്ല ബലൂൺ പോലെ വീർത്തായി പോകുന്നത്, തിരിച്ചു വരുമ്പോൾ ഈ ബലൂണിന്റെ കാറ്റ് പോയിട്ട് പൊട്ടി ഇറങ്ങി വരുന്നത് ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. കാരണം എനിക്കറിയാമായിരുന്നു മുഖ്യമന്ത്രി എന്തായിരുന്നു പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള കാര്യത്തിന് ഒന്നിനങ്ങ് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. കുറേ നാൾ മൗനമായിരുന്നു. അത് ഇപ്പം നിവൃത്തിയില്ലാതെ വന്ന്, കാരണം ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് പറയണം. ഇതേപോലെ ചോദിക്കാനൊക്കെ ഉള്ള ആളുകൾ അങ്ങോട്ട് ധൈര്യമായിട്ട് ബലൂൺ വീർപ്പിച്ച് ചെല്ലല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. അങ്ങനെ ഇന്നലെ അത് ഏതാണ്ട് മൗനം വിട്ട് കേട്ടോ. ആ മൗനം വിട്ടതെന്ന് പറയുന്നത് പറഞ്ഞു കൊടുത്തത് അത് തന്നെ ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്. അന്വേഷണം അതിൻ്റെ നടക്കല്ലേ, 1 മാസം കാത്തിരുന്നൂടെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? 1 മാസം എന്തോ ഈ അന്വേഷിക്കുന്നേ, അതാദ്യം തീരുമാനിക്കണം. അന്വേഷിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇതിപ്പോ ഈ ADGP ഈ രാഷ്ട്രീയ നേതാക്കളെ, അതായത് RSS നേതാക്കളെ കാണാൻ പോയോ ഇല്ലയോ എന്നുള്ള ഒരു സംഭവം. കാണാൻ പോയോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമില്ല. ആ ADGP തന്നെ പറഞ്ഞിട്ടുണ്ട് കാണാൻ പോയെന്ന്. അപ്പൊ ഇനി അതിനെ കുറിച്ച് അന്വേഷണം ആവശ്യമില്ലല്ലോ. ഇനി അന്വേഷിക്കാൻ പോകുന്നത് എന്താണ്? അവിടെ എന്താണ് സംസാരിച്ചതെന്ന് ADGP എടുത്ത് തന്നെ ചോദിക്കുമായിരിക്കും. ഇതിന്റെ കീഴിലുള്ള IG ഒക്കെ അല്ലേ അന്വേഷണം നടത്തുന്നേ, അവർ ചോദിക്കുമായിരിക്കും, സാർ അങ്ങ് എന്താണ് അവിടെ സംസാരിച്ചത്, നീ പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. അതല്ലെങ്കിൽ പിന്നെ വേറെ കാര്യമുണ്ട്. പിന്നെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ദത്തത്രയ അദ്ദേഹത്തിനെയോ രാം മാധവനെയോ ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് പറ്റുമെങ്കിൽ പോലീസിനൊരു അത് പോലീസല്ലല്ലോ, ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ടീമല്ലേ അത്. ഈ ഒന്നിനും പവറൊന്നും വേറെ കൊടുത്തിട്ടില്ല. അത് കാരണം അവർക്ക് സംശയിക്കാനുമുള്ള പവറൊന്നുമില്ല, നോട്ടീസൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് അവരെ കാല് പിടിച്ച് എന്താണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് ഒന്ന് പറയണം. ഞങ്ങൾ തമ്മിൽ കൊച്ചുങ്ങളുടെ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് സുഖമാണോ, മകനോ അദ്ദേഹത്തിൻ്റെ ഒരു മകനാ ഉള്ളതെന്നൊന്നും എനിക്ക് ബാക്കി അറിയാൻ വയ്യ, മോന് സുഖമാണോ, അല്ലെങ്കിൽ എങ്ങനെയുണ്ട്, വീട് പണി എങ്ങനെയുണ്ട്, അതൊക്കെ ഞങ്ങളതൊക്കെ ചോദിച്ചു. ഞങ്ങൾ ലോക കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ്, ഞങ്ങൾക്ക് സുഖമാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയി എന്ന് അവർ ചിലപ്പോൾ പറയുമായിരിക്കും, ചിലപ്പം. അല്ലെങ്കിൽ അവർ പോടാ പുല്ലേന്ന് പറയും, എനിക്ക് സൗകര്യമില്ല എന്ന് പറയും. ഇതാണ് അവർ ചെയ്യാൻ പോകുന്നത്. ഇതാണ് അന്വേഷണം. ഈ അന്വേഷണം ആണ് വേണ്ടത് എന്ന് ആണ് ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായി. ഈ അന്വേഷണം മതിയെന്ന് കേട്ടോ. ഈ അന്വേഷണം മതിയെന്ന് ഇപ്പൊ CPIക്ക് ബോധ്യമായി.
പിന്നെ ഇവരെ ആരെയും ഇതിന് കുറ്റം പറയാൻ ഒക്കത്തില്ല. കാരണം ഈ CPM-ന്റെ കൂടെ വഴക്ക് കൂടാനുള്ള അംഗബലം, സീറ്റ് ബലം ഇവർക്കില്ല. ഇപ്പൊ CPI അവർ പറയുക, അല്ല ഇത് ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പിന്തുണ, ഇയാളെ പിന്തുണയും പിൻവലിച്ചുണ്ടെങ്കിൽ പോകും, 4 മന്ത്രിമാരില്ലാതാവും. അതല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവർക്ക്, കേട്ടോ. അത് ആ രീതി അതാവും. ബാക്കി പിന്നെ പറയാനായിട്ട് ഇതിനകത്ത് ജോസ് കെ മാണി അഭിപ്രായം ഒന്നും പറഞ്ഞത് ഞാൻ കണ്ടില്ല, എനിക്കറിയാൻ വയ്യ. പിന്നെ RJD ആണ് വലിയ ബഹളം ഉണ്ടാക്കി ഇപ്പൊ റെഡിയാക്കി കളയൊന്നും പറഞ്ഞു പോയെ. അവർക്കും എന്താ ഉള്ളത്, ഒരു MLA ഉള്ള അവർ എന്ത് ചെയ്യാൻ പറ്റും? അതാ കാര്യം. അതുപോലെ NCP ഇപ്പൊ ശരിയാക്കും, അവരും പറഞ്ഞിട്ട് പോയി. ആകെ 2 MLA ഉള്ളത്, അതിലൊരു മന്ത്രിയുണ്ട്. എന്ത് ചെയ്യാനും അതാകെ, ഇല്ലെങ്കിൽ ഇല്ല, പോയാൽ പോയി, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഇവർക്കാർക്കും ഇവരുടെ ഉള്ള ബാർഗെയിനിങ് കപ്പാസിറ്റി CPM-നോട് ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ ബാർഗെയിനിങ് കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ പറയുന്നൊന്നും അവർക്ക് കേൾക്കേണ്ടതായിട്ടില്ല. പിന്നെ ഇത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നയമാണോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഉള്ള ആ പാർട്ടിയുടെ നയമല്ല ഇത്. ഇത് ശ്രീ പിണറായി വിജയന്റെ നയമാണ്. പിന്നെ പാർട്ടി എന്ന് പറഞ്ഞാൽ, പണ്ട് ഇന്ദിര എന്നും പറഞ്ഞൊരു മുദ്രാവാക്യം പണ്ട് കുറെ നാളുണ്ടായിരുന്നു. അതോടുകൂടി ശ്രീമതി ഗാന്ധിയുടെ വളരെ വലിയ പതനം നമ്മൾ കണ്ടതാണ്. ഇന്ദിര പറഞ്ഞു പോയി എന്ന് പറഞ്ഞതുപോലെ CPM എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയനാണ് എന്ന് ഉള്ള ഒരു ധാരണ അദ്ദേഹത്തിനുണ്ട്. ഇപ്പൊ അത് ബാക്കി എല്ലാവരും അങ്ങ് സമ്മതിച്ചേക്കാണ്. അതാണ് CPM എന്ന ആ അണികളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് കുറെ പേര് അയക്കുന്നുണ്ട്, സാർ ഞാനൊരു സഖാവാണെങ്കിലും ഞങ്ങൾക്ക് ആർക്കും ഇതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് ഒന്നും ഇതോട് യാതൊരു യോജിപ്പുമില്ല എന്ന് പറഞ്ഞ് എത്രയോ മെസ്സേജാണ് വരുന്നത്. എത്ര മെസ്സേജുകൾ വരും. അതിനി ചുമ്മാ അയക്കുന്നതാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അപ്പൊ പാർട്ടി അണികളിൽ ഇതിനെക്കുറിച്ചുള്ള അതിർത്തി വളരെയധികം ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ സഹിച്ചു പോവുക. അതാ മാർഗം. വേറെ മാർഗമില്ല, അതാണ് കാര്യം. ഇപ്പോ LDF-ന്റെ യോഗം നടന്നു. ആ യോഗത്തിൽ അങ്ങോട്ട് പോയിട്ട് എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ LDF കൺവീനറൊക്കെ ഇരുന്ന് പറയുന്നത് കേൾക്കണം. ഒരു പിണറായി വിജയന്റെ കയ്യിലുള്ള ഒരു പപ്പറ്റ് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണോ നമുക്ക് ഇത് വേണ്ടത്? പിന്നെ രാഷ്ട്രീയമായതുകൊണ്ട് എനിക്കത് യാതൊരു താല്പര്യമില്ല.